നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉച്ചക്കലേക്ക് ഭക്ഷണത്തിനായിട്ട് ഞാൻ വയ്ക്കാൻ പോണത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കറി, അതായത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല കറി വയ്ക്കാം. നല്ല അമരക്കായ കിട്ടിയിട്ടുണ്ട്. അമരക്കായ ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കാം. സൂപ്പറാണ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ കറി. മുരിങ്ങയുടെ ഇല ഞാൻ കുറച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ട്. ഈ കുറച്ചും കൂടി ഇതിങ്ങനെ ശരിയാക്കാനുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ പൊട്ടിച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയാണ്. വളരെ ഫ്രഷായിട്ടുള്ള മുരിങ്ങ ഇലയാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നന്നാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പരിപ്പ് അടപ്പത്തില്ല കേട്ടോ. പരിപ്പ് വേകുമ്പോഴേക്കും ഇത് നന്നാക്കൽ കഴിയും. ഇതിനായിട്ട് ഒരു 2 വാണം പരിപ്പ് നമുക്ക് വേവിക്കാം. വരപ്പരിപ്പാണ്. ഇത് കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഈ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് തുവരപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. 2 വാണെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ കുക്കറിലിടാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് തുവര പരിപ്പിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. എൻ്റെ കുക്കർ ഇവിടെ നിന്ന് ആടുന്നുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിച്ച് നോക്കാം നമുക്കൊന്ന്. നമ്മൾ പെട്ടി നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണ പോലെ ഇങ്ങനത്തെയും കുറച്ച് സാധനമൊക്കെ കരുതി വെച്ചാൽ നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ ആണി അതുപോലെ ഇതിൻ്റെ ആണിക്കൊക്കെ കേടുവരികയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടേ നമുക്കതെടുത്ത് ശരിയാക്കിയിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ എവിടെയെങ്കിലും വെച്ചത് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ലേ. മാറ്റി വെക്കട്ടെ കേട്ടോ. പോകും ചിലപ്പോൾ. വെള്ളം മാത്രം പകർത്താം. ഒരു പ്രിക്കോഷൻ കണ്ടോ. ഇവിടെ ഒന്ന് നമുക്ക് തിരിക്കാം. ഇതും അത് ലൂസായിരിക്കും കേട്ടോ. അത് കുറച്ച് നാളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ലൂസാവും. നമ്മൾ നോക്കണം എപ്പോഴും. എപ്പോഴെങ്കിലും ഈ ഹാൻഡിലിന് ഒരു ഇളക്കം തട്ടിയാൽ അപ്പം തന്നെ നമ്മളത് മുറുക്കാൻ നോക്കണം. ശ്രദ്ധിക്കാതെ അലക്ഷ്യമായിട്ട് കളഞ്ഞാൽ വളരെ അപകടമാണ്. ഇതാ ഇളക്കൊക്കെ മാറി കേട്ടോ. ഇനി നമുക്കിത് യഥാസ്ഥാനത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ വെക്കണ സ്ഥലം ഇതിൻ്റെ മുകളിൽ ഷെൽഫിലാണ് ഇതിൻ്റെ സ്ഥാനം കേട്ടോ. ഇന്നേ ഷഷ്ടിയാണ്, കൊടകര ഷഷ്ടിയാണ്. രാജേട്ടൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരടിയുണ്ട്, മുയലുണ്ട്, എന്തൊക്കെ മൃഗങ്ങളുണ്ട് അല്ലേ. പൂച്ചയുണ്ട്. അടിപൊളി സ്റ്റാർട്ടായിട്ടുള്ള മോളിക്കൂടെ മുകളിൽ നോക്കുമോ ഓവർ ബ്രിഡ്ജിൽ കൂടെ വണ്ടി പോണതൊക്കെ കാണാൻ കണ്ടില്ലേ. ഇതപ്പോൾ സെൻറ്ററാണ് അല്ലേ, കൊടകര സെൻറ്ററാണ്. എത്ര സെറ്റ് കാവടി ഉണ്ടായിരിക്കും? 22 സെറ്റ് കാവടി ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നുകൂടി പറയാം, ഇങ്ങോട്ട് വയ്ക്കാൻ പറയോ. ഇത് തന്നെയാണ് അല്ലേ. ഉറപ്പായിട്ടും ഇന്നിവിടെ കൊടകര ഷഷ്ടിയാണ്. ഷഷ്ടിയുടെ ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുക അവിടെ, കാവടിയാട്ടം. അപ്പോൾ രാജേട്ടൻ പറഞ്ഞ 22 സെറ്റ് കാവടികളാണ് വരുന്നത്. പല ദേശത്തു നിന്നും വരുന്നുണ്ട്. 22 സെറ്റ് ഒരുമിച്ചൊരു വരവുണ്ട് കേട്ടോ. കുന്നത്രിക്കോവിൽ എന്നൊരു അമ്പലമുണ്ട്. അത് മുരുകൻ്റെ അമ്പലമാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ ഇന്ന് രാവിലെ അഭിഷേകം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു കാവടി വെച്ച് അവിടെ നിന്ന് മുകളിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് അത് പൂജിച്ചിട്ട് അവരിറങ്ങി വന്ന് പിന്നെ സെറ്റായിട്ട് കൊടകര സെൻറ്ററിലാണ് എല്ലാവരും ഒത്തുകൂടുക. അവസാനം വന്ന് ചേർന്നത് അവിടെ പൂനിലാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുക. അവിടെ പോയാൽ ഓരോ സെറ്റും ഫുൾ എല്ലായിടത്തുനിന്നും വന്ന് ഓരോ സെറ്റ് 1 by 1 ആയിട്ട് വന്നിട്ട് പൂനിലാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് മുന്നിൽ കുറച്ച് നേരം ആടും. അത് കഴിഞ്ഞ് ചുറ്റും ആടിയിട്ട് അവരത് അവസാനിപ്പിച്ച് പോകും. അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഉത്സവം, ഇന്നലെ പാനകപൂജ, ഇന്ന് തുടങ്ങിക്കാണ്. ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും പോകും കേട്ടോ. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗംഭീര ഉത്സവമാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിങ്ങളെ TV-യിൽ രാജേട്ടനാണെങ്കിൽ ഭയങ്കര ഹരാണ്. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. ഇത് മുറുക്കി കേട്ടോ. ഇത് മുറുക്കി
അപ്പോൾ നമ്മളിതാ ഇനി ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു അടുപ്പത്ത് വയ്ക്കാണ്. അടയ്ക്കാം. ഓക്കെ, അടുപ്പത്ത് വെച്ചു. നമുക്ക് വിസിൽ വന്നു കേട്ടോ. ഇത് 2 വിസിൽ കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം. പിന്നെ അതിൻ്റെ പ്രഷർ പോണവരേക്ക് വെയിറ്റ് ചെയ്യണം. ഇതിലേക്കുള്ള നാളികേരം അരച്ച് വയ്ക്കാം. അധികം നാളികേരമൊന്നും വേണ്ട, പരിപ്പുണ്ടല്ലോ ഒരു കൊഴുപ്പിന്. അപ്പം നാളികേരം കുറച്ച് മതി. ഇപ്പം നാളികേരം ഇത് മതി. ജീരകം ചേർത്തു അരയ്ക്കാട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാട്ടോ. അരച്ച് കഴിഞ്ഞു, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളികേരം ജീരകം കൂടി കൂട്ടി അരച്ചു. നമ്മളുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ കഴിഞ്ഞു കേട്ടോ, പോയി കഴിഞ്ഞു. തുറക്കാം. നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ. പതുക്കെ ഒന്നിങ്ങനെ ഉടച്ചിട്ട് നമുക്കതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇടാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. തീ കത്തിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചോട്ടെ. പതുക്കെ തിളയ്ക്കുമ്പോഴേക്കും അത് വേവും കേട്ടോ. ഇത്ര തിളച്ചാൽ മതി കേട്ടോ. ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നാളികേരം അരച്ച് ഒഴിക്കാം. തിള വന്നു കേട്ടോ. ഇനി അധികം വേവിക്കണ്ട കേട്ടോ. തിളച്ച് കഴിഞ്ഞു. അത് തീ ഓഫാക്കണം. നമുക്കത് വറുത്തിലടപ്പത്ത് വയ്ക്കാം. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. തീ ചുരുക്കി വയ്ക്കാം കേട്ടോ. ഈ ഓഫാക്കി അടച്ചു വയ്ക്കാം. സെക്കൻഡ് കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കണത് അമരക്കായാണ് കേട്ടോ. അമരക്കായ മെഴുക്ക് പറ്റി ഉണ്ടാക്കുക. ബെസ്റ്റ് അമരക്കായ കണ്ടോ, എന്ത് വലിപ്പാ. അധികം മൂത്തിട്ടൊന്നുമില്ല. അപ്പം നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെഴുക്ക് പറ്റി വെക്കാം കേട്ടോ. കാര്യമായിട്ട് നാര് പോലും ഇല്ല. അത്രയും കിളുന്താണ് കേട്ടോ. അത് നല്ലതാണ്. അതാ വല്ലേലും നാരുണ്ടെങ്കിൽ അത് കളയാം കേട്ടോ. അപൂർവം നാരുണ്ട്. ചിലത് നാരുണ്ടായിരിക്കും, കളയുക. മൂക്കാത്താകുമ്പോൾ നാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ അമരക്കായ നുറുക്കി കഴിഞ്ഞു. അമരക്കായ നമുക്ക് കുക്കറിലിടാം. ഉപ്പ് പൊടിയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ഇതിലുണ്ട്, കഴുകിയപ്പോഴുള്ള വെള്ളം മതി. അടച്ചു. ഒരു വിസിൽ വരുത്തിയിട്ട് നമുക്ക് അപ്പം തന്നെ പ്രഷർ കളയാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം. അമരക്കായ അടുപ്പത്ത് വെച്ചു. ഇത് വിസിൽ വരുമ്പോഴേക്കും ഉള്ളി നന്നാക്കി വയ്ക്കാം കേട്ടോ.
ഒരു വിസില് കഴിഞ്ഞ് നമുക്ക് വാങ്ങാം. എന്നിട്ട് ഇവിടെ ഇത് വയ്ക്കാം. ചിലർ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഉള്ളി ചതച്ചെടുക്കാം കേട്ടോ. ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി നന്നായിട്ട് ചതച്ചു, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു. ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു, നന്നായിട്ട് ഇളക്കാം. നമുക്കിതിൻ്റെ പ്രഷർ കളയാം കേട്ടോ. ഈ ചട്ടകത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് പ്രഷർ കംപ്ലീറ്റ് കളയാം. അല്ലെങ്കിൽ അധികം വേവും, അധികം വെന്താൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാ കണ്ടോ, അധികം വെന്തിട്ടില്ല, പാകത്തിന്. ഇനി ഉള്ളി നന്നായിട്ട് ചുമപ്പ് നിറം, അതായത് മൂക്കട്ടെ. നോക്കൂ, കണ്ട, ഒട്ടും ഉടഞ്ഞിട്ടൊന്നുമില്ല. മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ നമുക്ക് ഇതിലെടുത്ത് വയ്ക്കാം, പെട്ടെന്ന് ഇടാമല്ലോ. ഉള്ളി മൂക്കുമ്പോൾ അതാണ് ഇടാം. ഇതാ ഉള്ളി മൂത്തു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടു. അതൊന്ന് മൂത്തപ്പോൾ അമരക്കായ വേവിച്ച് വച്ചേക്കണത് ഇട്ടു. അടിപൊളി മെഴുക്ക് പുരട്ടി. ഇത് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അത്രയും സ്വാദാണ് ഇതിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഇത്തിരി മതി, വയറ് നിറയെ ചോറുണ്ണാം. അടച്ചു വെച്ചു, പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഒന്ന് മുരിങ്ങയില കൂട്ടാനും ഒന്ന് അമരക്കായ ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ മാങ്ങക്കറി ഉണ്ട്, നല്ല സൂപ്പർ മാങ്ങക്കറി ഉണ്ട് കേട്ടോ, സദ്യയുടെ മാങ്ങക്കറി പോലത്തെ ബെസ്റ്റ് മാങ്ങക്കറി ഉണ്ട്. ഇത് കണ്ണിമാങ്ങ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ ഒരു ആണി ഇങ്ങനെ മുറുക്കണത് കാണിച്ച് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയില്ലേ, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയാറില്ലേ. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. ഇപ്പോൾ ഏറ്റവും സിമ്പിളാണ് ഒരു ആണി, നമുക്കൊരു വിലയില്ല. പക്ഷേ ഈ ആണി അവിടെ ഇല്ലെങ്കിൽ ആ കുക്കറിൻ്റെ ആ പിടുത്തം പോയി കഴിയും. പിന്നെ രണ്ടാമതൊരു ആണി വെക്കണമെങ്കിൽ നമുക്കത് അതിന് പാകമുള്ള ആണി നോക്കി വാങ്ങണ്ടേ, അതിന് പുറത്തേക്ക് പോകേണ്ടി വരും. ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ ആപത്തിൽ നിന്ന് ഒഴിവാക്കാം, സൂക്ഷിച്ചാൽ നോക്കിക്കേണ്ടെന്ന് പറയും. ഈ കമ്മലൊക്കെ ഇടുമ്പോൾ അങ്ങനെയല്ലേ, കമ്മലിടുമ്പോൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ആണി ഇങ്ങനെ ഊരുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നോക്കണം, ഇത് മുറുക്കിയല്ലേ കിടക്കണേ, മുറുകിയല്ലേ കിടക്കണേ എന്നുള്ളത് നോക്കിയിരിക്കുക. എന്താണ്ടാവുക, ചിലപ്പോൾ ഇതിങ്ങനെ ഊരി അറിയില്ല, നമ്മൾ എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലത്തെ ഒരു ആണി കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല, വേറെ ഒരുപാട് രൂപ ചിലവാക്കേണ്ടി വരും. അപ്പോൾ പറയാണ്, സ്വർണം പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേട്ടോ. അതുപോലെ ഈ ആണിയും കുഞ്ഞാണിയാണെങ്കിലും ഇരുമ്പാണി ആണെങ്കിലും ഈ കുക്കറിൻ്റെ പിടുത്തം ശരിക്കിരിക്കണമെങ്കിൽ തന്നെ വേണം. അതാത് സമയങ്ങളിൽ ലൂസാവുമ്പോൾ അത് ശരിയാക്കണം. നമ്മൾ എന്ത് കാര്യമായാലും അതാത് ടൈമിൽ ചെയ്യണം. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. കഴിഞ്ഞ ദിവസം ടീച്ചർ പറയണേ, രാജശേഖരൻ മാഷുണ്ടല്ലോ സൂപ്പർ അതേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ എന്താ പറയുക, രാജശേഖരൻ മാഷ് നല്ല പോസിറ്റീവായിട്ട് ടീച്ചർക്ക് പറഞ്ഞായിരുന്നേന്ന്. സൂപ്പറാണ്. ഉപ്പേരി കഴിഞ്ഞു അല്ലേ, വിളമ്പിത് കഴിഞ്ഞു. അവരെ കായ വേണം കുറച്ചുകൂടി.